അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് നല്ല സുഖം, അൽഹംദുലില്ലാ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രി ഡിന്നർ വരെയുള്ള എല്ലാ വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും, പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കല്ലേ. പെരുന്നാളിൻ്റെ ലീവെല്ലാം കഴിഞ്ഞിട്ട് നാളെ ഓഫീസ് തുറക്കല്ലേന്ന്. അന്നേരം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പത്തല ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി തന്നെ അരിവെള്ളത്തിലിടുന്നു. ഇത് തിളച്ച വെള്ളത്തിൽ നമ്മൾ 3 തരം അരിയാണ് ഞാൻ ഇടുന്നത്. കുറുവ, ദോശ റൈസ്, പിന്നെ ഒരു ബാസ്മതി റൈസ് പോലത്തെ മറ്റൊന്നും കൂടി. അങ്ങനെ 3ഉം ഈ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. ചോറ് പോലെ വെന്ത് വേണ്ട, എന്നാലാണെങ്കിൽ കുറച്ച് വേവ്യം വേണം. ഇത് രാവിലെ തന്നെ അരച്ച്. നമ്മളെ കണ്ണൂർക്കാരെ പത്തലിന് ഇത് വേണ്ടല്ലോ, തിളച്ച വെള്ളത്തിൽ ചൂടോടെ കൈയോടെ കുഴക്കൊന്നും വേണ്ടല്ലോ, നല്ല ഈസി അല്ലേ. അരി അരച്ചൊന്ന് പൊടി കുഴച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ പത്തല് ഉണ്ടാക്കി. പിന്നെ ഇന്ന് രാവിലെ പത്തലും പച്ചക്കറിയാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങക്കായും വെണ്ടക്കയും എല്ലാം കട്ട് ചെയ്തിട്ട് ഒന്ന് തേങ്ങ അരച്ചൊഴിച്ചിട്ടുള്ള നല്ലൊരു പച്ചക്കറി. പച്ചക്കറി വെക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് കുക്കറിൽ ഞാനൊരു 2-3 ടേബിൾ സ്പൂണ് പരിപ്പ് വേവിക്കുന്നുണ്ട്. പരിപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പ് എല്ലാം ഇട്ടിട്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിപ്പിട്ടാൽ നല്ല കട്ടിയാവും. ഈ മുരിങ്ങക്കായ് കണ്ട, ഇത് നമ്മള് സൗദീൻ്റെ വീട്ടിൽ മുരിങ്ങ മരത്തിലുണ്ടായതാണ് കേട്ടോ. അവർക്ക് ഇതെന്തിനാ യൂസ് ചെയ്യുന്ന അറിയായിട്ട് വലിയ മരം ഉണ്ടായിട്ട് ഫുള്ള് മുരിങ്ങക്കായ ഉണ്ടായിന്. എന്നിട്ട് അവര് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇപ്പൊ ചെറിയൊരു കൊമ്പിൽ ഉണ്ടായ മുരിങ്ങക്കായാണിത്. ഞാൻ പിന്നെ പരിപ്പില് ഈ പച്ചക്കറി വെക്കുമ്പോൾ മുളക് പൊടി ഇടുന്നില്ല. മുളക് പൊടിക്ക് ഒരു പച്ചമുളക് ഇടുന്നു. പച്ചമുളക് നമ്മൾ എരിവിന് ആവശ്യത്തിന് ഇടായിരുന്നു. ഞാൻ കുറേ ഇടുന്നുണ്ട്, കാരണം കുറച്ചധികം കറി ഉണ്ടാക്കുകയും ചെയ്യുന്നു. പിന്നെ മുളക് പൊടി ഇടാത്തതുകൊണ്ട് നല്ല എരിവ് വേണമല്ലോ. ഇങ്ങനെ മുളക് കട്ട് ചെയ്തിട്ട് ഇടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ തേങ്ങ അരക്കുമ്പോൾ ഞാൻ 2 മുളക് യൂസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ തക്കാളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ആ പരിപ്പ് ഇത് ഫ്ലെയിം ഓണാക്കിയിട്ട് ഉണ്ടായിന് കേട്ടോ. അവിടുന്ന് തിളക്കുമ്പോഴൊക്കെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാമല്ലോ. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ ഓഫാക്കാം. ഒരു വിസിലടിച്ച് ഓഫാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മുരിങ്ങക്കായും വെണ്ടക്കയും എല്ലാം ഇട്ട് കൊടുക്കാം. ഈ മുരിങ്ങക്കായ് കാണാൻ ഒരു ചെറിയ നീളം കുറഞ്ഞ മുരിങ്ങക്കായും നല്ല വണ്ണം കൊണ്ട് ചള്ളാണ്. നമ്മ വാങ്ങുന്നതാണെ, കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഒരു വലിയ നീളമുള്ളതും നല്ല മൂത്തതും എല്ലാം ഉണ്ടാവില്ലേ, ഭയങ്കര ഒരു ടേസ്റ്റ് ഇല്ലാത്ത. ഇതൊരു നാടൻ മുരിങ്ങക്കായൻ്റെ അതേ ടേസ്റ്റ്, നല്ല അടിപൊളി. നമ്മൾ മുമ്പ് ഒലയിൽ താമസിക്കുമ്പോൾ ഇതുപോലെ മുരിങ്ങക്കായൻ്റെ വലിയ മരം ഉണ്ടായിന്. വലുതാണ്ട് മേലത്തോളം വലിയ, നാട്ടിലെല്ലാം വലിയ നീളം വെച്ച് അങ്ങ് പറിക്കാൻ എത്തൂലോ. ഇത് ഇങ്ങനെ ഒരു കുഞ്ഞു മരത്തുമ്പോൾ തന്നെ ഇഷ്ടം പോലെ മുരിങ്ങക്കായ ഉണ്ടാവും. അങ്ങനെ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ അവിടുന്ന് വിട്ടിട്ട് വന്നു, പിന്നെന്തായ മരം അറിയില്ല. അങ്ങനെ ഞാൻ മുരിങ്ങക്കായും വെണ്ടക്കയും കട്ട് ചെയ്ത്, ഞാൻ വെണ്ടക്ക സാധാരണ വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കലുണ്ട്. പിന്നെ ഇപ്പോൾ സമയമില്ല, രാവിലെ തന്നെ ഓഫീസ് പോകാൻ തിരക്കല്ലേ. അതുകൊണ്ട് പിന്നെ 2 ഒന്നിച്ചെന്നെ പരിപ്പിലിട്ട് കൊടുത്ത്, പരിപ്പ് ഒരു വിസിലടിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കിയെന്ന് പറഞ്ഞില്ലേ. ഫസ്റ്റ് തക്കാളിയും ഉള്ളിയും പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിട്ട് കൊടുത്ത്. ഇതധികം വേവേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല എനിക്ക്, കാരണം മുരിങ്ങക്കായും ചെള്ളാന്ന് വെണ്ടക്ക പിന്നെ
എങ്ങനെ വേകണ്ടല്ലോ. അങ്ങനെ ഞാൻ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചു. ഉപ്പ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്, പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കുറവാണ്. അങ്ങനെ ഞാൻ ഉപ്പിട്ട് കൊടുത്ത് പിന്നെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തേങ്ങയും നമ്മളെ കറിക്കരക്കുന്ന ജീരകവും 2 പച്ചമുളകും കൂടിയിട്ട് നന്നായി അരച്ചതിന് ശേഷം അതിൽ ഒഴിച്ച് തിളപ്പിച്ച്. പരിപ്പിട്ടുകൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചില്ല. മിക്സി ഒന്ന് കഴുകിയിട്ട് തേങ്ങ അരച്ച് പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പില ഒന്ന് വറുത്തിട്ട് ആ കറിയിൽ ഒഴിച്ചു കൊടുത്ത്. അങ്ങനെ നമ്മൾ പത്തലും പച്ചക്കറിയോ റെഡിയായി. അവർക്ക് ഓഫീസിൽ പോകുന്നവർക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പിന്നെ ലഞ്ച് ബോക്സിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ അവരെല്ലാം കഴിച്ചിട്ട് ഓഫീസിൽ പോയി. ഞാനും ചായ കുടിച്ച്. ഇവിടെ പിന്നെ ഈ ലഞ്ച് ബോക്സിൽ എല്ലാവരും ചോറെല്ലാം ഉണ്ടാക്കി കൊടുക്കില്ലേ. നമ്മളിവിടെ ചോറുണ്ടാക്കി കൊടുത്താൽ കഴിക്കാനാകുമ്പോഴത്തേക്ക് തണുത്ത ഒരു വകയാവുമല്ലോ. ഇനി ഇവർക്ക് തണുത്ത ചോറ് കഴിക്കുന്ന ഇഷ്ടമല്ല. അതാണ് പിന്നെ ഞാൻ ചോറുണ്ടാക്കലേ ഇല്ല. ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുകയും ചെയ്യൂല. അധികം ഇതുപോലെ പത്തലോ അല്ലെങ്കിൽ ദോശ അപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും, അല്ലെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കും. ബർഗർ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. അങ്ങനെ ഞാനും ചായ കുടിച്ച് അവരെല്ലാം ഓഫീസിൽ പോയി. പിന്നെ അലക്കാനുണ്ടായിന് കുറേ ബ്ലാങ്കറ്റ്. ഞാൻ ഫസ്റ്റ് വാഷിംഗ് മെഷീനിലിട്ട് ഒന്ന് ഓണാക്കി. ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇത് ഓണാക്കിയതിന് ശേഷം ഇതുണ്ട് ഈ ഹെർബ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കാണിച്ചിരുന്നു. ഇത് പിന്നെ എൻ്റെ റൂമിലുള്ള ഹബക്ക് എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇത് സ്ഥിരം കട്ടൻ ചായയിൽ വൈകുന്നേരം കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ ഇതോ അല്ലെങ്കിൽ പുതിനയിലയോ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് കട്ടൻ ചായയിലിട്ടാൽ. ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഈ പിന്നെ ചുമക്കോ പനിക്കൽ ഇതിൻ്റെ ഈ ഇലൻ്റെ നീരെടുത്തിട്ട് തേനില മറ്റാക്കി കഴിച്ചാൽ നല്ലതാണെന്നല്ല പറയുന്ന കേട്ടിനെ. നിങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇത് കട്ടൻ ചായയിൽ മാത്രമേ യൂസ് ചെയ്യല്ലോ. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ, ഇത് സൗദിയിൽ സൂപ്പർ മാർക്കറ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ. ഒരു ചെറിയ പീസ് വേരോടെ ഞാൻ നട്ടു കൊടുത്തതാണ്. നല്ല നനവുള്ള മണ്ണിൽ ഇതുപോലെ കുറേ ആവും. ഞാൻ ഇത് ഫുള്ള് കട്ട് ചെയ്തു. ഇനി ഇത് കട്ട് ചെയ്താൽ ഇതിൻ്റെ അടിയിൽ നല്ല ഇനിയും വരും പുതിയ പുതിയ ഇലകൾ. അങ്ങനെ ഇത് ഫുള്ള് കട്ട് ചെയ്ത് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഒരു കീസിലോ ഇട്ട് വെച്ചാൽ നമുക്ക് ചായ വെക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതിയല്ല. കട്ടൻ ചായ വെക്കുമ്പോൾ പുതിയത് വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഫുള്ള് കട്ട് ചെയ്ത് നല്ല വൃത്തിയായി. അങ്ങനെ അത് ഫുള്ള് കട്ട് ചെയ്ത് കേട്ടോ. ഞാൻ പിന്നെ മുട്ടത്തോടുള്ള യൂസ് ചെയ്ത ദിവസം അന്ന് അങ്ങനെ വേഗം ഇവിടെ കൊണ്ടിടലാണ്. അല്ലെങ്കിൽ പിന്നെ കച്ചറിയിലിട്ടോ ഓർമ്മയില്ലാണ്ട് വേഗം ഈ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങാണ്ട് പൊടിക്കാൻ കഴിയില്ല, അല്ല കഴിക്കലാവില്ല. അതുകൊണ്ട് ഉണങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്താൽ മതിയല്ല. നല്ല വളമാണ് മുട്ടത്തോട്. ഞാൻ ഹബക്ക് കഴുകി വെള്ളം കളയാൻ വെച്ച് വാഷിംഗ് മെഷീനിൽ ബ്ലാങ്കറ്റ് റെഡി ആയിട്ടുണ്ട്. അത് കൊണ്ടുപോയി പുറത്ത് അങ്ങനെ ബ്ലാങ്കറ്റ് പുറത്ത് കൊണ്ടുപോയി ഇട്ടു. നല്ല വെയിൽ കേട്ടാ. ഇതെല്ലാം ബ്ലാങ്കറ്റിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് മേലോട്ട് നോക്കാൻ കഴിയുന്നില്ല, അത്രയും നല്ല വെയിൽ. വീഡിയോയിൽ മനസ്സിലാകുന്നില്ല വെയിലുള്ളത്. ഞാനത് പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് ഞാൻ ഇന്നലെ അലക്കിയ ബ്ലാങ്കറ്റാണ്. നമ്മൾ വിരിക്കുന്നതും ബ്ലാങ്കറ്റ് തന്നെയാണ് ബെഡിൽ. ഈ ബ്ലാങ്കറ്റ് വിരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച പിന്നെ നമുക്കിത് മാറ്റേണ്ട ആവശ്യം വരില്ല. നമ്മൾ ബെഡ്ഷീറ്റാണ് വിരിക്കുന്നുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇത് മാറ്റിക്കൊണ്ടിരിക്കണ്ടേ.
വിരിച്ചതാണെങ്കിൽ ഇത് ബ്ലാങ്കറ്റ് വിരിച്ചു കഴിഞ്ഞാൽ അനങ്ങൂല, അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഈ ബെഡ്ഷീറ്റ് ആകുമ്പോൾ എലാസ്റ്റിക് ഉണ്ടായാലും വിരിച്ചത് എങ്ങനെ നിൽക്കുമെന്ന് ചെയ്യില്ല, ശരിയാവുകയില്ല. എനിക്ക് ബ്ലാങ്കറ്റ് വിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ ബ്ലാങ്കറ്റ് തന്നെ വിരിക്കലും. അതുകൊണ്ട് തന്നെ ബ്ലാങ്കറ്റ് രണ്ടും അലക്കി, ഇത് ഇന്നലെ അലക്കിയിട്ടുണ്ടായിന്. അലക്കിയത് വേഗം ഉണങ്ങി, ഞാൻ അതെടുത്ത് മടക്കി വെച്ചു. അങ്ങനെ പുറത്തെ പണി ആറിയിടലും ഡ്രസ്സും മടക്കി വെക്കലും ഹബക്കട്ടെ എല്ലാം ചെയ്ത് കയറുമ്പോഴത്തേക്ക് നല്ല ദാഹം, നല്ല ചൂടാന്നുള്ള ഇടാം. ഇങ്ങനെ ഫ്രിഡ്ജിൽ വത്തക്ക ഉണ്ട്, ആ വത്തക്ക കട്ട് ചെയ്ത് ഞാനൊന്ന് ജ്യൂസ് അടിച്ചു കേട്ടോ. പിന്നെ തണ്ണിമത്തന്നെ പറയലുണ്ടല്ലോ, നമ്മൾ കണ്ണൂർക്കാര് വത്തക്കാന്ന് പറയല. ഇത് ജ്യൂസ് അടിച്ചാൽ നമുക്ക് ഇപ്പൊ കുടിക്കുകയും ചെയ്യാം, ഓഫീസിൽ നിന്ന് ഇങ്ങനെ ചൂട്ടിന് ക്ഷീണിച്ച് വരുന്നൊക്കെ വേഗം എടുത്ത് കൊടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഇത് ഞാൻ ജ്യൂസ് അടിച്ച് നമ്മൾ കുടിച്ച് പിന്നെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഈ ജ്യൂസിൻ്റെ കൂടെ ഞാൻ മാങ്കോ ഉണ്ടാവും, നമ്മൾ പീൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചത്, അത് പിന്നെ ഒരു മധുരം കുറഞ്ഞുകൊണ്ടാണെങ്കിൽ ആരും കഴിച്ചിട്ടില്ല. അങ്ങനെ മാങ്കോ ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് പിന്നെ ഇത് ആദ്യം പീൽ ചെയ്ത് കട്ട് ചെയ്ത് തന്നെയാണ്. പഞ്ചസാരയും പാലും ഒഴിച്ച് ഞാൻ അതും കൂടെ അടിച്ച് ഇതിൻ്റെ ഒക്കെ ഒഴിച്ചു കൊടുത്തു. വത്ത ജ്യൂസിലൊന്ന് അതൊന്ന് ചിലവായി പോകുമല്ലോ. കാണാനെല്ലാം നല്ല തന്നെയാണ്, പീൽ ചെയ്യാനെല്ലാം ഈസി തന്നെ. പക്ഷെ ഒരു മധുരം തീരെ ഇല്ല, മധുരമില്ലാത്തൊരു മാങ്കോ. അതുകൊണ്ട് പിന്നെ ആര് കഴിച്ചിട്ടില്ല, അങ്ങനെ ഫ്രിഡ്ജിലുണ്ടായിന്, അതൊന്ന് ചിലവാകും അതിൻ്റെ ഒക്കെ മിക്സ് ചെയ്താൽ. അങ്ങനെ വത്ത ജ്യൂസ് അടിച്ചു, പിന്നെ നമ്മൾ കുടിച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച്. അങ്ങനെ ഇതെന്താണ് ഇത്ര അധികം ഉള്ളിന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നല്ലേ. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 2 ആഴ്ച മുന്നേ വരെ ഉള്ളിക്ക് ഭയങ്കര പൈസ ആയിരുന്നു. 1 കിലോ ഉള്ളിക്ക് 10 റിയാല് 2 ആഴ്ച മുമ്പ്, ഇപ്പല്ല. ഇങ്ങനെ നോമ്പിനെല്ലാം ഭയങ്കര വിലയൊന്നും. നമുക്ക് നോമ്പിനെല്ലാം ഏറ്റവും കൂടുതൽ ഉള്ളി യൂസ് ചെയ്യുന്നത്. ഞാനിതിനെ നമ്മൾ ഉള്ളിനെ വിളിക്കല്, കാരണം പിന്നെ ചെറിയ ഉള്ളി വലിയ ഉള്ളി എന്ന് പറയല്. പിന്നെ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെറിയ ഉള്ളി ആണെന്ന് വിചാരിച്ചിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനുള്ള നല്ല പണിയല്ലേ. പിന്നെ ചെറിയ ഉള്ളിയാന്ന് വേണ്ടതെന്ന് വിചാരിച്ചാൽ എൻ്റെ വീഡിയോ കട്ടാക്കിയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സവാള എന്ന് പറയുന്നത്. സവാള എന്ന് പറയും കേട്ടോ, നല്ല ഉള്ളി എന്ന് പറയില്ല. അങ്ങനെ ഇതിന് ഉള്ളിക്ക് ഭയങ്കര പൈസ ആയിരുന്നല്ലോ, 10 റിയാല് 1 കിലോന്. നോമ്പിനാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാതിനും തൊട്ടേനും പിടിച്ചതിനും എല്ലാതിനും ഉള്ളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലും അത്യാവശ്യം. അങ്ങനെ നോമ്പിനെല്ലാം നല്ലോണം ഉള്ളി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നോമ്പിനല്ലല്ലോ. നോമ്പിന് നമുക്ക് ഉള്ളി പച്ചമുളക് എല്ലാം അത്യാവശ്യമല്ലേ. അങ്ങനെ ഉള്ളിക്ക് ഭയങ്കര പൈസ ആയിട്ട് പിന്നെ വാങ്ങാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ ആണെങ്കിൽ ഉള്ളിക്ക് പൈസ കുറഞ്ഞു പോലും. ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ 2.5 കിലോന് 3 കിലോന് അങ്ങനെ എന്തോ ഉണ്ടാവും. 1 കിലോന് 3 റിയാല് 4 റിയാലെല്ലാം ആയിട്ട് കിട്ടാൻ തുടങ്ങിയാലും ഉപ്പ ഡെയിലി ഓരോ 2-3 ദിവസമായിട്ട് ഓരോ ബാഗ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടാണ് കൊടുക്കും. ഉള്ളിയാണെങ്കിൽ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ഇത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാലാണെങ്കിൽ ഫ്രിഡ്ജ് തുറക്കും ഭയങ്കര മണമായിരിക്കും, ഉള്ളിൻ്റെ സ്മെല്ല് ശരിയായില്ലല്ലോ. എന്നിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റി മാത്രം ഉള്ളി മാത്രം ജിഞ്ചർ ഗാർലിക്കോ പച്ചമുളകോ ഒന്നും ഇടാണ്ട് ഇത് വഴറ്റി വെക്കാമെന്ന് വിചാരിച്ച് നമുക്ക് യൂസ്. എന്നാൽ പിന്നെ നമുക്ക് ചിക്കൻ കറി, മട്ടൻ കറി, അല്ലെങ്കിൽ ബീഫ്, അല്ലെങ്കിൽ ബിരിയാണി വെക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും സ്നാക്സ് ബോണ്ട സമൂസ പോലത്തെ എല്ലാം ഉണ്ടാക്കുന്നതെല്ലാം വേഗം എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഉള്ളി മുഴുവനും കട്ട് ചെയ്ത് കേട്ടോ. കുറേ ഉണ്ട്, ഇതിന് തന്നെ 2-3 മണിക്കൂർ എടുത്തിന്. കട്ട് ചെയ്ത് വഴറ്റി ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തെടുത്ത് യൂസ് ചെയ്യാൻ നല്ല ഈസിയാണ്. പക്ഷെ ഇതിങ്ങനെ ആക്കാൻ നല്ല പണി. അങ്ങനെ ഞാൻ എണ്ണ ഒഴിച്ചു, ഒരു പാത്രത്തിൽ വലിയ പാത്രം എടുത്ത് കുറേ ഉണ്ടല്ലോ
വലിയ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം പകുതി ഉള്ളി ഇതിലിട്ടെടുത്ത് കട്ട് ചെയ്ത് പകുതി ഉള്ളിയിലിട്ടെടുത്ത് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് പിന്നെ ഞാൻ അടച്ചു വെച്ച് കേട്ടോ. അടച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വെള്ളം കയറുന്ന മാതിരിയാവുന്നു. അന്നേരം പിന്നെ ഞാൻ അത് ഹൈ ഫ്ലെയിമിലാക്കി അടുത്തന്നെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്തു. അന്നേരം പിന്നെ ഉള്ളി കേടാവില്ലല്ലോ, കുറേ ഉണ്ട്, എന്താ ചെയ്യാനും. പിന്നെ അതുകൊണ്ട് നല്ല തന്നെ ഇനി എന്തെങ്കിലും ബിരിയാണി വെക്കുമ്പോൾ, ചിക്കൻ കറി, ബീഫ് കറി എല്ലാം വെക്കുമ്പോൾ ഒന്ന് വേഗം എടുത്തിട്ട് കൊടുത്താൽ മതി. ഇനി കട്ട് ചെയ്യാൻ ഇതാക്കാനും നിൽക്കണ്ടല്ലോ. അങ്ങനെ ഫുള്ളുള്ളി ഇതിലിട്ടിട്ടില്ല, 2 പാത്രത്തിലായിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. 2 പാത്രത്തിൽ പകുതിയാക്കിയിട്ട്, അല്ലെങ്കിൽ അടിക്കരിഞ്ഞു അടിയിലോളം എത്തൂലല്ലോ. അങ്ങനെ ഞാൻ ഫുള്ളുള്ളി 2 പാത്രത്തിലാക്കി ഒന്ന് വേവിച്ചു, എണ്ണയും ഉപ്പും മാത്രം ഇട്ടിട്ട്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ബിരിയാണിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വെക്കുമ്പോൾ ഇതിൻ്റെ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലൊന്ന് എണ്ണയിൽ. ഇപ്പം വൈകുന്നേരമായി, ഞാൻ കുളിച്ച് നിസ്കരിച്ച് ഡിന്നർ ഉണ്ടാക്കണം. ഡിന്നർ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ മക്കളെ ഫ്രണ്ട്സ് ബീഫ് ഫ്രൈ ഉണ്ടാകുന്ന, അന്ന് വന്ന് മട്ടൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ അതങ്ങനെ ഫ്രിഡ്ജിൽ വെക്കിയതിന് ഒരു ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഉണ്ടാക്കി കൊണ്ടുവന്നതിന്. മസാല ഉള്ളിയോ മസാലയോ ഒന്നും ചേർക്കാണ്ട് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ടെല്ലാം കൊണ്ടുവന്നതിന്. ഞാനൊന്ന് അതിൻ്റെ ബീഫ് ഫ്രൈൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. കാണാത്തവരൊന്ന് വീഡിയോ ഫുള്ള് നോക്കിയിട്ട് ലൈക്ക് കമൻറ്റെല്ലാം ഇടണം കേട്ടോ. ബീഫുണ്ട്, ആ ബീഫാണ് ഞാനിന്ന് മസാലയിലാക്കിയിട്ട് ആ ബീഫും നെയ്ച്ചോറ് ചിക്കൻ കറി ആക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു സവാള എടുത്ത് നമുക്കിതുപോലെ സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഫ്രൈ ചെയ്താൽ നമുക്ക് സവാള ഇട്ടെന്ന് മനസ്സിലാകാനും പാടില്ല. എന്നാലാണെങ്കിൽ ഇതിൻ്റെ നല്ല ടേസ്റ്റ്, മസാലൻ്റെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് ഞാനിതുപോലെ പൊടിയായിട്ട് കട്ട് ഇതുപോലെ ആ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ചധികം എണ്ണ ഒരു ഫ്രൈ പാനിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി ഫ്രൈ ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്താൽ എന്താന്ന് പറഞ്ഞാൽ ഉള്ളി കടിക്കൂല. അല്ലെങ്കിൽ ബീഫ് കഴിക്കുമ്പോൾ ഉള്ളി ഈ വഴറ്റിയിട്ട് എടുക്കുന്നെങ്കിൽ ഉള്ളി കടിക്കുമല്ലോ, അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ബീഫിൻ്റെ ടേസ്റ്റും കൂടെ കളയാനെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതുപോലെ നല്ലോണം ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഫ്രൈ പാനിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കയില്ല. ഇങ്ങനെ നമ്മൾ ഉള്ളി നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ഇഞ്ചി ചതച്ചിട്ടെടുത്ത് പിന്നെ അതും നന്നായി മൂത്ത് വന്നാൽ നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് വെക്കാം. മുളക് പൊടി അവർ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടതാണ്, എന്നാലും കൂടി ഒരു ഇതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിം ആക്കാം കേട്ടോ, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഇത് മൂത്താൽ നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതാക്കാം. ഞാനിന്ന് നെയ്ച്ചോറ് വെക്കുന്ന ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നെയ്ച്ചോറ് വെക്കാം. ബീഫിലിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായി ഇറക്കി വെക്കാം. വെന്തതാണല്ലോ.
പെരുന്നാൾക്കെല്ലാം ബീഫ് കിട്ടിയിട്ട് എന്താ ചെയ്യണ്ടേന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. പെട്ടെന്ന് ചിലവാകുകയും ചെയ്യും. പാത്രം എങ്ങനെ കാലിയാവുന്നെന്ന് മനസ്സിലായിട്ടില്ല. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് നന്നായിട്ട് മുളക് ഉപ്പെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചതിന് ശേഷം നന്നായി ഫ്രൈ ചെയ്ത്, എന്നിട്ട് ഇതുപോലെ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അങ്ങനെ ഇന്ന് ബീഫ് ഫ്രൈയും ചിക്കൻ കറിയും നെയ്ച്ചോറുമാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ബീഫ് ഫ്രൈ റെഡിയായിട്ട് പിന്നെ ചിക്കൻ കറിയും വാങ്ങി. പിന്നെ അതിൻ്റെ ചിക്കൻ കറിൻ്റെ വീഡിയോ ഞാൻ പിടിക്കുന്നില്ല, കാരണം വീഡിയോ അല്ലെങ്കിൽ തന്നെ ഓൾറെഡി ലെങ്ത് കൂടിയിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടിട്ട് ലൈക്ക് കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോയിൽ എന്താ ചേഞ്ച് വരുത്തണ്ടേന്നുള്ളതെന്ന് പറയണം. അപ്പം ഞാൻ നെയ്ച്ചോറിന് ഗീ ചൂടാക്കിയൊരു പാത്രത്തിൽ ഗീ ചൂടായതിന് ശേഷം ഈ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത്, സവാള എന്നും എപ്പോൾ നെയ്ച്ചോറിന് ഇടില്ല, കാരണം അതിനിങ്ങനെ നിന്ന് നോക്കണം, അല്ലെങ്കിൽ ഒന്ന് കണ്ണ് തെറ്റിപ്പോയാൽ ഈ സവാള കരിഞ്ഞു പോകും എണ്ണയിൽ നിന്ന്. മറ്റ് സാധാരണ നമ്മളെ കറിക്കാൻ മറ്റോ കരിഞ്ഞു പോയെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് അതെടുത്ത് കളഞ്ഞിട്ട് വെള്ളമൊഴിച്ചതാക്കാം. ഇത് കരിഞ്ഞാലാണെങ്കിൽ ചോറ് അങ്ങനെ ഒരു ചോന്ന മാതിരിയാവും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ സവാള അധികം ഇടലില്ല. നമ്മൾ ഉമ്മയാണെങ്കിൽ ഈ സവാള ഫ്രൈ ചെയ്യാണ്ട് നെയ്ച്ചോറുണ്ടാക്കിയേ ചെയ്യില്ല. പിന്നെ ഉണ്ടാക്കിയ ശീലം കൊണ്ടിരിക്കും. ഉമ്മ ഉണ്ടാക്കിയാലാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് വന്നു. ഞാൻ അങ്ങനെ എന്ത് ആഡ് ചെയ്താലും എത്ര അധികം ഇട്ട് കൊടുത്താലും കുറഞ്ഞാലും എൻ്റെ ഉമ്മാൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യില്ല. പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ സാധനങ്ങളോട് ഉണ്ടാക്കിയ ഒരു വലിയ ടേസ്റ്റ് കുറവാണ്. നാട്ടിലത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇവിടുത്തെ ഫുഡിനുണ്ടാവില്ലല്ലോ ഇപ്പം പ്രത്യേകിച്ചും അല്ലേ. നല്ല ഇവിടെ ഇവിടുത്തതായ ഗുണം, സൗദിയിലേതായ കുറേ ഗുണങ്ങളുണ്ട്, നാട്ടിലേതായ ഗുണങ്ങളുണ്ട് എല്ലാം. പിന്നെ ഒന്നിച്ചെല്ലാം കിട്ടൂല എന്നല്ലേ പറയുന്നല്ലേ. അങ്ങനെ ഫുഡ് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അരച്ച് കറി വെച്ചാൽ നാട്ടിലെ കറിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. എന്നാൽ തേങ്ങ നാട്ടിൽ നിന്ന് വെച്ചിന് എന്തെങ്കിലും ഉണ്ടാവില്ലേ, നാട്ടിലേതായ ഒരു ടേസ്റ്റ്. നമ്മൾ നെയ്ച്ചോറ്, ചിക്കൻ കറി, ബീഫ് ഫ്രൈ എല്ലാം റെഡിയായി. അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരും കഴിച്ച് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എന്തെങ്കിലും വീഡിയോയിൽ മാറ്റണമെങ്കിൽ നിങ്ങൾ ചേഞ്ച് വരുത്തണമെങ്കിൽ നിന്നത് പറഞ്ഞാൽ ഞാനതുപോലെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്, മാ അസ്സലാമ. താങ്ക് യു.